ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷ സന്യാസ യോഗത്തിലെ 24-ാമത്തെ ശ്ലോകമാണ്. കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ മനുഷ്യർ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവരവർക്ക് അനുസൃതമായ കർമ്മങ്ങൾ നല്ലതുപോലെ ചെയ്യുന്നവൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാകുന്നു. ഓം അധ അഷ്ടാദശോऽധ്യായഃ മോക്ഷ സന്യാസ യോഗഃ. ശ്രീ ഭഗവാനുവാച യത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തദ്രാജസമുദാഹൃതം. സാരാംശം: ഫലകാംക്ഷയുള്ള വ്യക്തിയാൽ അഹങ്കാരത്തോടെ വളരെ ആയാസത്തോടെ ചെയ്യുന്ന കർമ്മം രാജസം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. നന്ദി. നമഃ ശിവായ. ഹരേ കൃഷ്ണ. ഞാൻ ഇന്നിവിടെ ഉദ്ധരിക്കാൻ പോകുന്നത് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായമായ ഭക്തിയോഗത്തിലെ 16-ാം ശ്ലോകമാണ്. ഈശ്വരനെ പ്രാപിക്കാൻ പല മാർഗങ്ങളുണ്ട്. സാധാരണക്കാരനായ ഒരുവന് ഇതൊന്നും സാധ്യമായെന്ന് വരില്ല. എന്നാൽ ഫലം ആഗ്രഹിക്കാതെ സ്വന്തം കർമ്മങ്ങളെ ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യുന്നവന് ഈശ്വരനിൽ എത്തുവാൻ സാധിക്കുമെന്ന് ഭക്തിയോഗത്തിലൂടെ ഭഗവാൻ നമ്മെ പഠിപ്പിക്കുന്നു. അഥദ്വാദശോऽധ്യായഃ ഭക്തിയോഗഃ. ശ്രീ ഭഗവാനുവാച അനപേക്ഷശുചിർദക്ഷ ഉദാസീനോ ഗതവ്യതഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തസമേ പ്രിയഃ. ഈ ശ്ലോകത്തിന്റെ സാരം: സാധാരണ കർമ്മക്രമങ്ങളെ ഒന്നിനെയും ആശ്രയിക്കാത്തവനും വിശുദ്ധനും നിപുണനും ഉത്കണ്ഠ, വ്യത എന്നിവയില്ലാത്തവനും ഫലമുദ്ദേശിച്ച് പ്രവർത്തിക്കാത്തവനുമായ എന്റെ ഭക്തൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. നന്ദി. ഹരേ കൃഷ്ണ. ഓം അമൃതേശ്വരി നമഃ. 16-ാം അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ 22-ാം ശ്ലോകമാണ് ഞാൻ ഇന്നിവിടെ ഉദ്ധരിക്കുവാൻ പോകുന്നത്. ദേവഭാവത്തോടും ആസുരഭാവത്തോടുമുള്ള 2 വിഭാഗം ആളുകളുണ്ട്. സാത്വികമായ പരിശുദ്ധിയും ദമവും ദാനവും ഒക്കെയുള്ള ദേവഗുണികളും കാമം, ക്രോധം, ലോഭം, മോഹാദികൾ കൊണ്ട് മറ്റുള്ളവരുടെ വകകളെ പിടിച്ചടക്കി അത്യാഗ്രഹത്താൽ അധികമായ ധനം സമ്പാദിച്ച് കുൽസിത പ്രവർത്തികൾ ചെയ്ത് മറ്റുള്ളവർക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്ന ആസുര ഗുണമുള്ളവർ കർമ്മബന്ധത്താൽ വലയുന്നവർ ആയിരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അധ-ഷോഡശോऽധ്യായഃ ദേവാസുര സമ്പദ് വിഭാഗ യോഗഃ. ശ്രീ ഭഗവാനുവാച ഏതൈർവിമുക്തഃ കൗന്ദേയ തമോദ്വാരൈസ്തിവിർനരഃ ആചരത്യാത്മനഃ തതോ യാതി പരാം ഗതിം. സാരാംശം: അല്ലയോ അർജുന, തമോദ്വാര കവാടങ്ങളായ കാമം, ക്രോധം, ലോഭം എന്നീ 3 ഇവയിൽ നിന്ന് മുക്തി നേടിയെന്ന മനുഷ്യൻ ആത്മശ്രേയസ്സിന് ആവശ്യമായ കാര്യങ്ങൾ അനുഷ്ഠിച്ച് പരമമായ മോക്ഷത്തെ പ്രാപിക്കുന്നു. നന്ദി. നമസ്കാരം.